ഈ രണ്ട് കൂട്ടരും ഒന്നിച്ചു ചേർന്ന് മറ്റ് പാർട്ടികളെയും കൂട്ടി 25 പാർട്ടികളുടെ ഒരു സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ 2020യോട് നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് 2020യെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ കണ്ടത്. ഏതാണ്ട് 2 മാസമായിട്ട് CPMന്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ നേതൃത്വവും, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം, ഒരു വലിയൊരു ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. അപ്പോൾ ഏത് വിധേനയും 2020 പാർട്ടിയെ ഇവിടെ ഇല്ലാതെയാക്കുക, ഇതായിരുന്നു ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് 2020 മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു കണ്ണൂർ മോഡൽ ബൂത്ത് പിടുത്തവും അക്രമവും അഴിച്ചുവിടുക എന്നുള്ളൊരു അജണ്ടയാണ് ആദ്യമായിട്ട് അവർ തീരുമാനിച്ചത്. അത് മുൻകൂട്ടി അറിഞ്ഞതിനെ തുടർന്നാണ് 2020 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 10ഓളം റിട്ട് ഹർജികളാണ് ഇവിടെ പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചത്. ഇതിലെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായി. ജില്ലാ മേധാവിയോട്, പോലീസ് ജില്ലാ മേധാവിയോട് കർശനമായ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും ഒരാൾക്ക് പോലും വോട്ട് നിഷേധിക്കാൻ പാടില്ല എന്നും എല്ലാവർക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കണമെന്നൊക്കെ നിർദ്ദേശത്തിലുണ്ട്. ഇത് കൂടാതെ ഇലക്ഷൻ കമ്മീഷനോട് പാർട്ടി ആവശ്യപ്പെടുന്ന, സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും വീഡിയോ റെക്കോർഡിംഗ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്താനായിട്ട് ലെറ്റർ കൊടുക്കുകയും അതിൻ്റെ ഫീസ് ഏതാണ്ട് 7.5 ലക്ഷം രൂപ 139 ബൂത്തുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 7.5 ലക്ഷം രൂപ ഫീസ് ഈടാക്കിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇന്നലെ രാവിലെ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും ക്യാമറ വന്നില്ല. അതിനെപ്പറ്റി പരാതി പറഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും 8 മണി, 9 മണി, 10 മണിയോട് കൂടിയിട്ട് 1ഉം 2ഉം ഒക്കെ ആയിട്ട് ക്യാമറകൾ വരാൻ തുടങ്ങി. ഈ വന്ന ക്യാമറാമാൻമാർക്ക് അതിനകത്ത് പ്രവേശിക്കാനോ ഉള്ളൊരു പാസോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖകളും ഉണ്ടായിരുന്നില്ല. അവിടെ തർക്കം വന്നു, അവരെല്ലാം പുറത്തിറക്കി, പലരെയും ആക്രമിച്ചു, പലരും അടി കൊണ്ടു. അങ്ങനെ അവരെല്ലാവരും പുറത്തിറങ്ങി പോകേണ്ടതായിട്ട് വന്നു. ഇതിനെപ്പറ്റി പരാതി ജില്ലാ കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരം, കുന്നത്തുനാടിലേക്ക് 150 പാസുകൾ, ക്യാമറ വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 150 പാസുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പാസുകളെല്ലാം അപ്രത്യക്ഷമായി. അവിടെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ പാസുകൾ അവിടെ പോയി, എങ്ങനെ അപ്രത്യക്ഷമായി, ആരാണത് ബുക്ക് ചെയ്തത്? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.